മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിലെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ ഡിസ്കസ് ചെയ്തത്? മെരിക് ബോൺ ഡിസീസസ് ഏതൊക്കെയാണെന്നും ഫുഡ് ഇൻഫെക്ഷനും ഫുഡ് ഇൻടോക്സിക്കേഷനും രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, കോമൺ ഓർഗാനിസം കോസിങ് ഫുഡ് ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ ഫുഡ് ഇൻടോക്സിക്കേഷൻ, അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ ക്ലസ്ട്രീഡിയം ബോട്ട്ലിനം അല്ലേ, ബോട്ട്ലിസം എന്ന് പറയുന്ന ഡിസീസിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റഫൈലോകോക്കൽ ഫുഡ് പോയ്സണിങ്ങും അതുപോലെ തന്നെ ക്ലസ്ട്രീഡിയം പെർഫ്രിൻജൻസിൻ്റെ ഇൻഡസ്റ്റൈനൽ ഇൻഫെക്ഷൻസിനെ പറ്റിയിട്ടുമാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് സ്റ്റഫൈലോകോക്കൽ ഫുഡ് പോയ്സണിങ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്താണ്, ഒരു പ്രീ ഫോംഡ് ടോക്സിൻ ആണ്. നമ്മൾ ബോട്ട്ലിസം പറഞ്ഞ, ബോട്ട്ലിസം എങ്ങനെയാണ് ഉണ്ടായത്? ഓൾറെഡി ഫുഡിൽ പ്രിപ്പയർ ചെയ്ത ഫുഡിൽ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെയാണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെയാണ് എന്ത്, സ്റ്റഫൈലോകോക്കസ് ഫുഡ് പോയ്സണിങ്ങും. എൻട്രോടോക്സിൻ ഫുഡിൽ ഓൾറെഡി പ്രസൻ്റ് ആയിരിക്കും ആൻഡ് അത് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് വൊമിറ്റിങ്ങും ഡയറിയയും ഒക്കെ ഉണ്ടാവുന്നു. ഓക്കെ, അതുപോലെ പെർഫ്രിൻജൻസും ഒരു ടൈപ്പ് ഓഫ് ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റഫൈലോകോക്കൽ ഫുഡ് പോയ്സണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഫൈലോകോക്കസ് ഓറിയസ് മൂലം ഉണ്ടാവുന്ന ഒരു ഫുഡ് പോയ്സണിങ് ആണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ഒരു ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും, ദാറ്റ് ഈസ് എൻട്രോടോക്സിൻ. ഈ എൻട്രോടോക്സിൻ മൂലമാണ് ഫുഡ് പോയ്സണിങ് സ്റ്റഫൈലോകോക്കസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, മറ്റ് പല ടൈപ്പ് ഓഫ് ടോക്സിൻസും ഉണ്ട്, അതായത് TSST, അതുപോലെ എപ്പിഡെർമോലൈറ്റിക് ടോക്സിൻ, അങ്ങനെ പല ടൈപ്പ് ഓഫ് ടോക്സിൻസ് സ്റ്റഫൈലോകോക്കസ് പ്രൊഡ്യൂസ് ചെയ്യും. അതൊന്നും ഫുഡ് പോയ്സണിങ് കോസ് ചെയ്യത്തില്ല. ഓൺലി ഫുഡ് പോയ്സണിങ് കോസ് ചെയ്യുന്നത് ആരാണ്? എൻട്രോടോക്സിൻ മാത്രമാണ്. ഓക്കെ, ആൻഡ് ഈ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ഓൾറെഡി ഫുഡിൽ ഈ പറയുന്ന ടോക്സിൻ പ്രസൻ്റ് ആയിരിക്കും. അത് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് വഴിയാണ് നമുക്ക് ഇൻഫെക്ഷൻ കിട്ടുന്നതെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ സ്റ്റഫൈലോകോക്കൽ ഫുഡ് പോയ്സണിങ് യൂഷ്വലി ഫുഡിൽ ഇതിൻ്റെ കണ്ടാമിനേഷൻ ഉണ്ടാവുന്നത് ഹ്യൂമൻ കാരിയേഴ്സ് വഴിയാണ്. അതായത് ചിലപ്പം ആ ഫുഡ് ഉണ്ടാക്കുന്ന ആൾ അല്ലെങ്കിൽ ഫുഡ് ഹാൻഡ്ലേഴ്സിന് എന്ത് കാണും, ചിലപ്പം ഈ പറയുന്ന സ്റ്റഫൈലോകോക്കസിൻ്റെ കാരിയർ ആയിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, ഓൾറെഡി ഈ ഓർഗാനിസത്തിനെ ഹാർബർ ചെയ്തുകൊണ്ട് നടക്കുന്നവരാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഫുഡ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്തോ പാസീവ്ലി ദേ ട്രാൻസ്മിറ്റ് ഇറ്റ് ടു ദ ഫുഡ് ആൻഡ് ഫുഡിൽ അവരിന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പം ഇഫ് ഫുഡ് ഇസ് ലെഫ്റ്റ് ഫോർ എ ലോങ് ടൈം ആഫ്റ്റർ കുക്കിംഗ് ദ ഓർഗാനിസം എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ, they get an opportunity to multiply and produce this enterotoxin. ഓക്കെ, ആൻഡ് ഏകദേശം സ്റ്റഫൈലോകോക്കസ് ഓറിയസിൻ്റെ 50% സ്ട്രെയിൻസും ഈ പറയുന്ന എൻട്രോടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ആൻഡ് ഇറ്റ് ഈസ് എ പ്രീ ഫോംഡ് ടോക്സിൻ. പ്രീ ഫോംഡ് ടോക്സിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കൺസ്യൂം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഫുഡിൽ സെക്രീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രീ ഫോംഡ് ടോക്സിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് ആക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, ഇൻക്യുബേഷൻ പീരീഡിൻ്റെ ബേസിൽ. അപ്പോൾ 1 to 6 hours തന്നെ നമുക്ക് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് ഇൻക്യുബേഷൻ പീരീഡ് ഇസ് 1 to 6 hours. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? സ്റ്റഫൈലോകോക്കൽ ഫുഡ് പോയ്സണിങ് ഈസ് യൂഷ്വലി കോസ്ഡ് ബൈ ദ കണ്ടാമിനേഷൻ ഓഫ് ഫുഡ് ഫ്രം ഇൻഫെക്റ്റഡ് ഹ്യൂമൻ കാരിയേഴ്സ്. If food is left for a long time after cooking, the organism gets an opportunity to multiply and produce enterotoxin. And enterotoxin is expressed nearly 50% of Staphylococcus aureus strains, and it is a preformed toxin that is secreted in the food before consumption, and also it can act rapidly. As a result, the incubation period is just 1 to 6 hours. നമ്മൾ കഴിഞ്ഞ ദിവസം ബോട്ട്ലിനം പറഞ്ഞു, അവരുടെ സൈറ്റ് ഓഫ് ആക്ഷൻ, ആ ടോക്സിൻ്റെ സൈറ്റ് ഓഫ് ആക്ഷൻ എവിടെയായിരുന്നു? നെർവ് എൻഡിങ്സിലാണ് അല്ലെ, ന്യൂറോ മസ്കുലർ ജംഗ്ഷൻസിലാണ് അവരുടെ ആക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇവരുടെ, അതായത് ഈ എൻട്രോടോക്സിൻ്റെ ആക്ഷൻ എന്ന് പറയുമ്പോൾ അവർ പോയിട്ട് നമ്മുടെ വേഗസ് നെർവ് അതുപോലെ തന്നെ ബ്രെയിനിലുള്ള വോമിറ്റിംഗ് സെൻറ്ററിനെ പോയിട്ട് ട്രിഗർ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? വോമിറ്റിംഗ് ടെൻഡൻസി ആയിരിക്കും കൂടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പെരിസ്റ്റാൾട്ടിക്, ഇൻഡസ്റ്റൈനൽ പെരിസ്റ്റാൾട്ടിക് ആക്ടിവിറ്റീനെയും സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ വോമിറ്റിങ്ങിനുള്ള ടെൻഡൻസി എന്ത് ചെയ്യും? കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ സൈറ്റ് ഓഫ് ആക്ഷൻ എവിടെയാണ്?
The toxin stimulates the vagus nerve and the vomiting center of the brain, and it also appeared to stimulate the intestinal peristaltic activity. Okay, and symptoms of main ആയിട്ടും എന്തായിരിക്കും? നോസിയ ഉണ്ടാവാം, വോമിറ്റിംഗ് ഉണ്ടാവാം, ഡയറിയ ഒക്കേഷണലി മാത്രമാണ് ഉണ്ടാവുന്നത്. ദെൻ ഹൈപ്പോടെൻഷൻ, ഡീഹൈഡ്രേഷൻ ആൻഡ് ഫീവർ ആബ്സെന്റ് ആണ്. ഫീവർ ആബ്സെന്റ് ആവാനുള്ള കാരണം എന്താണ്? ബാക്ടീരിയൽ പ്രസൻസ് ബോഡിയിൽ ഇല്ല അല്ലേ? ടോക്സിൻ മാത്രമേ ബോഡിയിൽ മിക്കവാറും കാണത്തുള്ളൂ. അതുകൊണ്ട് ഫീവർ ഒന്നും യൂഷ്വലി കാണാറില്ല. മെയിൻ ആയിട്ടും നോസിയയും വൊമിറ്റിങ്ങും ഹൈപ്പോ ടെൻഷനും ഒക്കെ ആയിരിക്കും കാണുന്നത്. ഓക്കെ, ആൻഡ് സിംറ്റംസ് ഒരു 8 to 10 hours തന്നെ റിസോൾവ് ആവുകയും ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി മോസ്റ്റ് കോമൺ സോഴ്സ് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫുഡ് ഹാൻഡ്ലർ തന്നെയായിരിക്കും അല്ലേ? ഫുഡ് ഹാൻഡ്ലർ ഹു ഇസ് ദ കാരിയർ ഓഫ് സ്റ്റഫൈലോകോക്കസ് ഓറിയസ്, അവർ തന്നെയാണ് മെയിൻ ആയിട്ടും സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സെക്കൻഡറി സ്പ്രെഡ് ഉണ്ടാവാറില്ല. ആൻഡ് സ്റ്റഫൈലോകോക്കൽ എൻട്രോടോക്സിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹീറ്റ് സ്റ്റേബിൾ ആണ്. അതായത് ഫുഡിൽ ഈ ടോക്സിന് പ്രസന്റ് ആണ് എന്നുണ്ട്, നമ്മളത് ഫുഡ് പിന്നെയും ഹീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫുഡ് പിന്നെയും കുക്ക് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലും ആ ടോക്സിൻ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നില്ല, കാരണം അത് ഹീറ്റ് സ്റ്റേബിൾ ആണ്. അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ജ്യൂസിനോട് റെസിസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടും എന്താണ്, വളരെ കുറച്ച് ടോക്സിൻ നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്താൽ വരെ അത് ടോക്സിക് ആയിട്ട് മാറാം. ഓക്കെ, ബട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ബോട്ടുലിനം ടോക്സിൻ്റെ അത്രയ്ക്ക് സിവിയറിറ്റി ഒന്നും ഇല്ല. ഓക്കെ, നമ്മൾ മുമ്പേ പറഞ്ഞ എന്താണ്, കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് റിസോൾവ് ആവുകയും ചെയ്യാറുണ്ട്. പക്ഷെ ബോട്ടുലിസം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പാരാലിസിസ്, അതുപോലെ തന്നെ ചിലപ്പോൾ ഡെത്ത് വരെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനിയും കോമൺ ആയിട്ട് ഏതൊക്കെ ഫുഡാണ് ഇൻവോൾവ് ആവുന്നതെന്ന് നമുക്ക് നോക്കാം. മെയിൻ ആയിട്ടും കസ്റ്റേർഡ്, അതുപോലെ തന്നെ ക്രീം ഫിൽഡ് ബേക്കറി ഐറ്റംസ്, ദെൻ ഹാം, പൗൾട്രി ഒക്കെയാണ് കൂടുതലായിട്ടും ഔട്ട് ബ്രേക്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് അതിനകത്ത് എന്താ പറയുക, മോസ്റ്റ് ഓഫ് ദ സ്റ്റഫൈലോക്കൽ ഫുഡ് പോയിസണിങ് ഔട്ട് ബ്രേക്സ് ഉണ്ടായതും നമ്മൾ ഫുഡ് പ്രോപ്പറായിട്ട് കൂൾ ചെയ്യാതെ, അതായത് അതിൻ്റെ ഇത്ര ടെമ്പറേച്ചറിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം, അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാതെ വഴിയാണ് കൂടുതൽ ഔട്ട് ബ്രേക്സും ഉണ്ടാവുന്നത്. പിന്നെ ഈ പറയുന്ന കസ്റ്റാർഡ്, ക്രീം ഫിൽഡ് ബേക്കറി ഗുഡ്സ്, ഹാം, പൗൾട്രി കൂടാതെ മറ്റ് മീറ്റ് പ്രോഡക്ട്സ്, ഫിഷ് പ്രോഡക്ട്സ്, അതുപോലെ തന്നെ മിൽക്ക് പ്രോഡക്ട്സ്, ക്രീം സോസസ്, സാലഡ്സ്, പുഡിങ്സ്, കസ്റ്റേർഡ്, പൈസ്, സാലഡ് ഡ്രസ്സിങ്സ്, ഇതിനകത്ത് എല്ലാത്തിനകത്തും ഈ പറയുന്ന സ്റ്റഫൈലോകോക്കൽ ഫുഡ് പോയിസണിങ് കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ നമ്മൾ പറഞ്ഞു ഫില്ലിങ്സിനകത്താണ് കൂടുതലായിട്ടും ഈ അതായത് ഈ ടോക്സിന്റെ അളവ് കൂടുതലായിട്ടും കാണുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫില്ലിങ്സ് എന്ന് പറയുന്നത് ആക്ച്വലി അതിനകത്ത് എന്താ പറയുക, ഷുഗർ കണ്ടന്റ് കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ആക്ച്വലി വെരി ഗുഡ് കൾച്ചർ മീഡിയ അല്ലേ? അപ്പൊ സ്റ്റഫൈലോകോക്കയ്ക്ക് നല്ലതായിട്ടിരുന്ന് അവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് ആ ഒരു ടൈമിൽ എന്ത് സംഭവിക്കും, അത് ടോക്സിനും പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ഇതെല്ലാം നമ്മൾ കുറേ നേരം റൂം ടെമ്പറേച്ചറിൽ വെച്ച് കഴിയുമ്പോഴാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ടും കാണുന്നത്. ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞത്, കോമൺ ആയിട്ട് ഇൻവോൾവ് ആവുന്ന ഫുഡ്സ് പറഞ്ഞു, കസ്റ്റേർഡ് ആൻഡ് ക്രീം ഫിൽഡ് ബേക്കറി ഗുഡ്സ്, ham, poultry have caused most of the outbreaks, and about 75% of all the staphylococcal food poisoning outbreaks occur because of inadequate cooling of foods. Other foods incriminated including other meats, meat products, fish, milk, cream sauces, salads, puddings, custard pies, and salad dressings. And the filling in bakery goods are usually a good culture media because Staphylococcus can grow during that time, and this food when mainly ഈ ഫുഡ് റൂം ടെമ്പറേച്ചറിൽ വെക്കുമ്പോഴായിരിക്കും കൂടുതലായിട്ട് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ സീറോ ടൈപ്പിംഗ്. എൻഡ്രോടോക്സിൻസിനെ നമ്മൾ 15 സീറോ ടൈപ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. അതുപോലെ നമ്മൾ ബോട്ടുലിനം ടോക്സിനും പറഞ്ഞു എത്രയാണ്, 8 സീറോ ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ എത്രയാണ് ഉള്ളത്, 15 സീറോ ടൈപ്സ് ആണുള്ളത്. അത് A to E, അതുപോലെ തന്നെ G to P, ഇങ്ങനെ 15 സീറോ ടൈപ്സ് ആണ് ഇവർക്കുള്ളത്. ആൻഡ് ഇവരെല്ലാവരും സൂപ്പർ ആൻറ്റിജൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എന്താണ് സൂപ്പർ ആൻറ്റിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ, ഈ ഇങ്ങനെയുള്ള ടോക്സിൻസ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടോക്സിൻ എന്ന് പറയുന്നത് ഒരു ആൻറ്റിജൻ ആണല്ലോ. അപ്പോൾ ഈ ടോക്സിൻ നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് പോയിട്ട് നോൺ സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്യും, ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ പ്രൊവോക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെ
നമുക്ക് പല തരത്തിലുള്ള സൈറ്റോകൈൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് സിവിയർ ഡിസീസസിലേക്ക് പോകും. സൈറ്റോകൈൻ സ്റ്റോം ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആന്റിജൻസിനെയാണ് സൂപ്പർ ആന്റിജൻസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ എൻഡ്രോടോക്സിന് 15 സീറോടൈപ്പ് ഉണ്ട്. അതിനകത്ത് എല്ലാവരും എന്താണ്, സൂപ്പർ ആന്റിജൻസ് ആണ്. ഓക്കെ, അതിനകത്ത് ഏറ്റവും കോമൺ എന്ന് പറയുന്നത് ടൈപ്പ് എ ആണ്. ബോട്ടിൽ നിന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, ടൈപ്പ് എ ആണ് കോമൺ. അതുപോലെ തന്നെ ഏറ്റവും സീരിയസ്നെസ് കൂടുതലുള്ളത് അത് തന്നെയായിരിക്കും. ആൻഡ് സീറോടൈപ്പ് എഫ് എന്ത് കോസ് ചെയ്യില്ല, ഫുഡ് പോയ്സണിങ് കോസ് ചെയ്യത്തില്ല, ബട്ട് ടോക്സിക് ഷോക്ക് സിൻഡ്രോം ആണ് കോസ് ചെയ്യുന്നത്. അതിന്റെ കാരണം എന്താണ്, ഈ സൂപ്പർ ആന്റിജൻ ആയതുകൊണ്ടാണ് ടോക്സിക് ഷോക്ക് സിൻഡ്രോം അവർ ഉണ്ടാക്കുന്നത്. ദെൻ ഫുഡിൽ ഈ പറയുന്ന ടോക്സിൻ പ്രസന്റ് ആണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എലൈസ ടെസ്റ്റ് ചെയ്യാം. എലൈസ എന്ന് പറയുമ്പോൾ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ അസേ. അതിനകത്ത് നമുക്ക് ടോക്സിൻ ഉണ്ടോ എന്നല്ലെങ്കിൽ ടോക്സിനെതിരെയുള്ള ആന്റിബോഡി അതിനകത്ത് പ്രസന്റ് ആണ്. മെയിൻലി നമ്മൾ ടോക്സിൻ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. നമുക്ക് അതിനെതിരെയുള്ള ആന്റിബോഡി പ്രസന്റ് ആയിരിക്കും. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ലാറ്റക്സ് എഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് കാണും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് PCR ചെയ്യാം, മൾട്ടിപ്ലെക്സ് PCR ചെയ്യാം. മൾട്ടിപ്ലെക്സ് PCR എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് കോസ് ചെയ്യുന്ന ഓർഗാനിസത്തിനെ എല്ലാത്തിനകത്തും അതിനകത്ത് കാണും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഏത് ഓർഗാനിസം ആണ് ഡിസീസ് കോസ് ചെയ്തതെന്ന് നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഏത് വഴി, മൾട്ടിപ്ലെക്സ് PCR വഴി. അപ്പൊ അതാണ് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് മാത്രമാണ്. ഫ്ലൂയിഡ് കറക്ഷൻ, അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് എന്താ പറയുക ട്രീറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ പറഞ്ഞു, സീറോടൈപ്സ് പറഞ്ഞു, എ ആണ് ഏറ്റവും കോമൺ എന്ന് പറഞ്ഞു, എഫ് ഫുഡ് പോയ്സണിങ് ഉണ്ടാക്കില്ല, പകരം ടോക്സിക് ഷോക്ക് സിൻഡ്രോം ആണ് കോസ് ചെയ്യുന്നത്. ആൻഡ് എൻഡ്രോടോക്സിൻ ഡിറ്റക്ഷൻ നമ്മൾ എലൈസ വഴിയോ ലാറ്റക്സ് എഗ്ലൂട്ടിനേഷൻ വഴിയോ ആണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ദെൻ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്ലെക്സ് PCR ചെയ്യാം. ഓക്കെ, then conditions necessary for an outbreak. Okay, ഒരു outbreak ഉണ്ടാവാനുള്ള important conditions എന്തൊക്കെയാണ്? Okay, the following conditions are necessary for an outbreak of staphylococcal food poisoning. Okay, എന്തൊക്കെ കണ്ടീഷൻസ് ആണ് നമുക്ക് നോക്കാം. മെയിൻ ആയിട്ട് 4 കണ്ടീഷൻസ് ആണ് പറയുന്നത്. എന്താണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എൻഡ്രോടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റഫൈലോകോക്കെ ആ ഫുഡിൽ പ്രസന്റ് ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ is that the food must be a good culture medium for growth and toxin production by staphylococci. Okay, foodil എന്തുണ്ടാവണം, food should have adequate nutrients to support the growth of this staphylococci. Then third condition is that temperature should be favorable for the growth of this cocci and enough time അവിടെ നമ്മൾ അതായത് റൂം ടെമ്പറേച്ചറിൽ നമ്മൾ ഇനഫ് ടൈം നമ്മൾ വെക്കണം. എന്തിനു വേണ്ടിയിട്ട്, ടോക്സിൻ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്ത് ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം നമ്മൾ കൊടുക്കണം. അതാണ് മൂന്നാമത്തെ കണ്ടീഷൻ. നാലാമത്തെ കണ്ടീഷൻ എന്താണ്, എൻഡ്രോടോക്സിൻ ഉള്ള ഫുഡ് നമ്മൾ ഇൻജസ്റ്റ് ചെയ്യണം. ഈ 4 കണ്ടീഷൻസ് ഉണ്ടാവുമ്പോഴാണ് ഒരു ഔട്ട് ബ്രേക്ക് നടക്കുന്നത്. എന്തൊക്കെയാണ്, the food must contain endotoxin producing staphylococci. Then the food must be a good culture medium for growth and toxin production by the staphylococci. Then the temperature must be favorable to growth of the cocci and enough time must be allowed for production of endotoxin. And endotoxin bearing food must be ingested. Then prevention of outbreak. ഈ outbreaks ഒക്കെ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? ഓക്കെ, അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ടാമിനേഷൻ പ്രിവെന്റ് ചെയ്യുക. അതായത് സ്റ്റഫൈലോകോക്കൽ കണ്ടാമിനേഷൻ ഫുഡിൽ പ്രിവെന്റ് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്, പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ് അല്ലെങ്കിൽ ക്ലീനിങ് പ്രാക്ടീസസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റഫൈലോകോക്കയുടെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുക. അപ്പൊ അതിനെന്താ ചെയ്യുന്നത്, നമ്മൾ റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാതിരിക്കുക, റൂം ടെമ്പറേച്ചറിൽ വളരെ കുറച്ച് നേരം സൂക്ഷിക്കുക, പ്രോപ്പർ ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റഫൈലോകോക്കയുടെ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യുക. അതായത് റെഫ്രിജറേറ്റ് ചെയ്യുക എന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോത്ത് നമുക്ക് ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് കില്ലിംഗ് ഓഫ് സ്റ്റഫൈലോകോക്ക ഇൻ ഫുഡ്. ഫുഡിൽ സ്റ്റഫൈലോകോക്ക പ്രസന്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഹീറ്റിംഗ് വഴിയോ നമ്മൾ റീകുക്ക് ചെയ്യുന്നത് വഴിയോ ഒക്കെ ആ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ ഈ 3
മെത്തേഡ്സും ഫോളോ ചെയ്താൽ നമുക്ക് ഔട്ട് ബ്രേക്സ് പ്രിവെന്റ് ചെയ്യാം. അപ്പൊ എങ്ങനെയൊക്കെയാണ് നമുക്ക് കണ്ടാമിനേഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റോ മിൽക്ക് പാസ്ചറൈസ് ചെയ്ത് കുടിക്കുക അല്ലെ, പാസ്ചറൈസ്ഡ് മിൽക്ക് കൂടുതലായിട്ടും യൂസ് ചെയ്യുക. അതുപോലെ തന്നെ keeping employees away from foods when these workers have staphylococcal infections in the form of colds, boils, carbuncle. അതായത് സ്റ്റഫൈലോകോക്കൽ ഇൻഫെക്ഷൻ സസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക, ആ ഫുഡിന്റെ അടുത്തേക്ക് കൊണ്ടുവരാതിരിക്കുക. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള സ്ക്രീനിങ് ചെയ്യുക. അവിടെ വർക്കേഴ്സിനെ നമ്മൾ പ്രോപ്പർ ആയിട്ട്, അതായത് അവർ ക്യാരി ചെയ്യുന്നുണ്ടോ, ഈ ഓർഗാനിസത്തിനെ ക്യാരി ചെയ്യുന്നുണ്ടോ നമ്മൾ പ്രോപ്പർ ആയിട്ട് സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ growth of the cocci can be prevented by adequate refrigeration of foods and in some instance by adjustment to a more acidic pH. Okay, അപ്പോൾ കൊക്കയുടെ ഗ്രോത്തിനെ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? ബൈ അഡിക്വേറ്റ് റെഫ്രിജറേഷനിൽ നമുക്ക് പ്രോപ്പർ റെഫ്രിജറേഷൻ ചെയ്യാം. അതുപോലെ തന്നെ pH കുറച്ചും കൂടെ ആസിഡിക് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊക്കയുടെ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അതുകൂടാതെ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഫുഡ് ഐറ്റംസിലേക്ക് ബാക്ടീരിയോസ്റ്റാറ്റിക് സബ്സ്റ്റൻസസ് ആഡ് ചെയ്യാറുണ്ട്. ലൈക്ക് സെറൈൻ അല്ലെങ്കിൽ ഏതെങ്കിലും ആൻറ്റിബയോട്ടിക്സ് നമ്മൾ ആഡ് ചെയ്യുക. അതൊക്കെ കുറവാണ്, എന്നാലും അത് നമുക്കൊരു മെത്തേഡാണ്. പിന്നെ ചില ഫുഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാസ്ചറൈസ് ചെയ്യാൻ പറ്റും. ഈ സ്റ്റഫൈലോകോക്കൈനെ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പാസ്ചറൈസ് ചെയ്യാം. Then pasteurization like custard filled puffs and eclairs for 30 minutes at 190 degrees Celsius to 280.3 degrees Celsius oven temperature. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താ പറയുക, സ്റ്റെറിലൈസ് ചെയ്ത് എടുക്കാറുണ്ട് ഫുഡ്സ്, ഈ പറയുന്ന സ്റ്റഫൈലോകോക്കൽ ഫുഡ് പോയ്സണിങ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് ടു റെഡ്യൂസ് ദ സ്റ്റഫൈലോകോക്കൽ ഔട്ട്ബ്രേക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്റ്റഫൈലോകോക്കസിനെ പറ്റിയിട്ട്. പിന്നെ ബാക്ടീരിയനെ പറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറയുന്നതാണ് സ്റ്റഫൈലോകോക്ക ഒരു ഗ്രാം പോസിറ്റീവ് കൊക്കയാണ്, ക്ലസ്റ്റേഴ്സിലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ. ഓക്കെ, next is about the Clostridium perfringens gastroenteritis. Okay, Clostridium perfringens എന്ന് പറയുന്നത് ക്ലോസ്ട്രീഡിയം ഫാമിലിയിൽ വരുന്ന ഒരു ഓർഗാനിസം ആണ്. ക്ലോസ്ട്രീഡിയത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ക്ലോസ്ട്രീഡിയം ബോട്ട്ലിനം ഉണ്ടായിരുന്നു. ഇന്ന് പഠിക്കാൻ പോകുന്ന ക്ലോസ്ട്രീഡിയം പെർഫ്രിൻജൻസ്. പിന്നെയുണ്ട് ക്ലോസ്ട്രീഡിയം ടെറ്റനി ഉണ്ട്, ക്ലോസ്ട്രീഡിയം ഡിഫിസിൽ ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് പാത്തോജനിക് ഓർഗാനിസം. ഇതിനകത്ത് ടെറ്റനസ് എന്ന് പറയുന്ന ഡിസീസ് കോസ് ചെയ്യുന്നതാണ് ഈ ടെറ്റനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പെർഫ്രിൻജൻസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പം ഓർഗാനിസം ഈസ് ക്ലോസ്ട്രീഡിയം പെർഫ്രിൻജൻസ്. അതിനകത്ത് മെയിൻ ആയിട്ടും ഈ ഫുഡ് പോയ്സണിങ് കോസ് ചെയ്യുന്ന വെൽഷി ടൈപ്പ് ആണ്, ദാറ്റ് ഈസ് ടൈപ്പ് എ ആണ്. ക്ലോസ്ട്രീഡിയം പെർഫ്രിൻജൻസിന്റെ ടൈപ്പ് എ ആണ് മെയിൻ ആയിട്ടും ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ഗ്രാം പോസിറ്റീവ് നോൺ മൊട്ടൈൽ അൺഎയറോബിക് സ്പോർ ഫോമിംഗ് റോഡ്. നമ്മൾ ബോട്ടിലിസം പഠിച്ചപ്പോഴും പറഞ്ഞു അല്ലേ, ഗ്രാം പോസിറ്റീവ് ആണ്, നോൺ മൊട്ടൈൽ ആണ്, അനേറോബിക് ആണ്, സ്പോർ ഫോമിംഗ് റോഡ്സ് ആണ്. ഇവരുടെ മറ്റൊരു പ്രത്യേകത ഒരു തെർമോഫിലിക് ആണ്. ഓക്കെ, ഹൈ ടെമ്പറേച്ചറിൽ ഇവർക്ക് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് മാക്സിമം ഒരു 55 ഡിഗ്രി സെൽഷ്യസിൽ വരെ ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. ആൻഡ് ബട്ട് ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 43 to 47 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ആൻഡ് ലോ ടെമ്പറേച്ചറിൽ ഇവർക്ക് ഗ്രോ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഒരു 15 to 20 ഡിഗ്രി സെൽഷ്യസേ ഉള്ളെങ്കിൽ ഗ്രോത്ത് ഇൻഹിബിറ്റഡ് ആവും. ഓക്കെ, അതുപോലെ പി എച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5ൽ താഴെ പി എച്ചും 9ൽ മുകളിൽ പി എച്ചും ആണെങ്കിൽ they will not survive. അതുപോലെ തന്നെ 5% NaCl ആഡ് ചെയ്താൽ നമുക്ക് ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞു, ക്ലോസ്ട്രീഡിയം പെർഫ്രിൻജൻസ് ടൈപ്പ് എ ആണ് മെയിൻ ആയിട്ടും ഇൽനെസ് കോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഇറ്റ് ഇസ് എ ഗ്രാം പോസിറ്റീവ് നോൺ മൊട്ടൈൽ അനേറോബിക് സ്പോർ ഫോമിംഗ് റോഡ് ആണ്. മാക്സിമം ടെമ്പറേച്ചർ ഫോർ ഗ്രോത്ത് എന്ന് പറയുന്നത് 55 ഡിഗ്രി സെൽഷ്യസ് and optimal temperature is 43 to 47 degrees Celsius. Then growth is restricted to 15 to 20 degrees Celsius and the organism will not grow below 5 or above 9 pH. Then it is inhibited by 5% NaCl also. Then next,
കോമൺ ഫുഡ് ഐറ്റംസ്, ക്ലോസ്ട്രീഡിയം പെർഫറൻജൻസ് ഇൻഫെക്ഷൻസ് വരുന്ന കോമൺ ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്ലോസ്ട്രീഡിയം പെർഫറൻജൻസ് നമ്മൾ പറഞ്ഞു സ്പോർ ഫോമേഴ്സ് ആണ്. അപ്പോൾ ഈ സ്പോർ എന്ന് പറയുന്നത് പല സ്ഥലത്തു നിന്ന്, അതായത് എന്താ പറയുക, സോയിലിൽ നിന്ന് കാണാം, സ്യൂവേജിൽ നിന്ന് കാണാം, ആനിമൽസിൽ നിന്ന് കാണാം, ആനിമലിന്റെ ഫീസസിൽ നിന്ന് കാണാം. അതുപോലെ തന്നെ റോ ഫുഡിന്റെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് റോ ഫുഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ സാമ്പിൾസ് എടുത്താലോ അതിലും ചിലപ്പോൾ സ്പോറിന്റെ ഇത് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ കോമൺ ആയിട്ടും വരുന്ന ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് മീറ്റ് ഐറ്റം ആണ്. അതുപോലെ തന്നെ എന്താണ് ഈ മീറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്തു, പയ്യെ കൂൾ ചെയ്തു, ആൻഡ് നമ്മൾ കഴിക്കാനായിട്ട് കുറച്ച് സമയം എടുത്തു കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഫുഡിലാണ് കൂടുതലായിട്ടും ഈ ഒരു ടോക്സിന്റെ പ്രസൻസ് അല്ലെങ്കിൽ ഈ ഒരു ഇൻഫെക്ഷന്റെ പ്രസൻസ് കാണുന്നത്. പിന്നെ ഈ ക്ലോസ്ട്രീഡിയം പെർഫറൻജൻസിന്റെ ഒരു 3/4 ഔട്ട്ബ്രേക്സും കോസ് ചെയ്യുന്നത് മീറ്റ് ആൻഡ് പൗൾട്രി പ്രോഡക്ട്സിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഫുഡ് മെയിൻ ആയിട്ടും വരുന്ന ഫുഡാണ് പറഞ്ഞത്. ദ സ്പോർസ് ഹാവ് ബീൻ ഫൗണ്ട് ഇൻ part of the samples of most raw foods examined as well as in soil, അതുപോലെ sewage and animal feces. Then the most commonly involved food items are meat that have been cooked, allowed to cool slowly, and then held for some time before consumption. Then meat and poultry products account for about 3/4 of outbreaks attributed to Clostridium perfringens. Okay. ഇനിയും ഡിസീസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ഇൻജസ്റ്റ് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഒരു 8 to 24 hours കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ നമുക്ക് വയറ്റിൽ വേദന വരിക, ഡയറിയ വരിക, ഗ്യാസ് ഫോം ചെയ്യുക, ഫീവർ, നോസിയ, വോമിറ്റിംഗ് റയർ ആണ്. സ്റ്റഫൈലോകോക്കസിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? വോമിറ്റിങ്ങും നോസിയാണ് കോമൺ, ഡയറിയ റയർ ആണെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ അബ്ഡോമിനൽ പെയിൻ, ഡയറിയ, ഗ്യാസ് ഫോർമേഷൻ ആണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. ഓക്കെ, പക്ഷേ ഈ ഒരു ക്ലോസ്ട്രീഡിയം പെർഫറൻജൻസിന്റെ ഒരു ഔട്ട്ബ്രേക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ 1 gram ഓഫ് ഫുഡിൽ മില്യൺസ് ഓഫ് വയബിൾ സെൽസ് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അതായത് ഇതിന്റെ ഇൻഫെക്റ്റീവ് ഡോസ് എന്ന് പറയുന്നത് വളരെ കൂടുതൽ, അതായത് കുറേ ബാക്ടീരിയ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ, അതായത് മില്യൺസ് ഓഫ് ബാസിലിനെ നമ്മൾ അല്ലെങ്കിൽ അതിന്റെ സ്പോർസിനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇൻഫെക്ഷൻ കോസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ടോക്സിൻ, അതായത് എൻഡ്രോടോക്സിൻ നമ്മുടെ ഗട്ടിൽ സ്പോറിലേഷന്റെ ടൈമിൽ റിലീസ് ചെയ്യും. ഓക്കെ, ആൻഡ് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? എക്സസീവ് ആയിട്ടുള്ള ഫ്ലൂയിഡ് അക്യുമുലേഷൻ ഉണ്ടാക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ഫ്ലൂയിഡ് നമ്മുടെ വയറ്റിൽ കൂട്ടാൻ വേണ്ടി ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മൾ ഡയറിയ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം എന്താ സംഭവിക്കുന്നത്? ടോക്സിൻ, അതായത് എൻഡ്രോടോക്സിൻ നമ്മുടെ ഗട്ടിൽ എന്താണ് സ്പോറിലേഷന്റെ സമയത്ത് അല്ലെങ്കിൽ ആഫ്റ്റർ വെജിറ്റേറ്റീവ് സെൽസ് എന്ത് ചെയ്യും? ഈ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? എക്സസീവ് ഫ്ലൂയിഡ് അവിടെ അക്യുമുലേറ്റ്, അതായത് സോഡിയം ക്ലോറൈഡ് NaCl ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലൂയിഡ് അക്യുമുലേഷൻ കൂടുന്നത്. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? നമുക്ക് ഡയറിയയും അബ്ഡോമിനൽ പെയിനും ഒക്കെ ഉണ്ടാക്കും. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ എൻഡ്രോടോക്സിൻ ഹീറ്റ് സെൻസിറ്റീവ് ആണ്. നമുക്ക് 10 minutes ഹീറ്റ് ചെയ്താൽ തന്നെ ഇത് ഇനാക്റ്റീവ് ആയിട്ട് പൊക്കോളും. പക്ഷെ ഒരു പ്രശ്നം എന്താണ്? ഇത് പ്രീഫോംഡ് ടോക്സിൻ അല്ല. അതുകൊണ്ട് നമ്മൾ വയറ്റിലെത്തി നമ്മുടെ ബോഡിയിൽ എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇത് ബാസിലെ ആകത്തുള്ളൂ. ആൻഡ് ആ ബാസിലെ പിന്നീട് ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യത്തേ ഉള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? Symptoms appears usually in 8 to 24 hours following ingestion, and acute abdominal pain, diarrhea, gas, are common symptoms. Most outbreaks suggest that ingestion of millions of viable cells of Clostridium perfringens per gram of food are required for symptoms to occur. A toxin is released in the gut during sporulation of the cells and results in excessive fluid accumulation in the intestine, and the enterotoxin, which is relatively heat sensitive, being inactivated within 10 minutes. Okay. Then outbreaks ഉണ്ടാവാനുള്ള conditions എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ the food contains or become contaminated with Clostridium perfringens. അതായത് ഫുഡിൽ Clostridium perfringens ഓൾറെഡി കണ്ടാമിനേഷൻ ഉണ്ടാക്കിയിരിക്കണം. Usually the food is cooked and reduced conditions develop. Okay,
ഫുഡ് കുക്ക് ചെയ്തതായിരിക്കണം, അതുപോലെ തന്നെ റെഡ്യൂസ്ഡ് കണ്ടീഷൻസ് അവിടെ അതായത് ടെമ്പറേച്ചർ കുറയുക, അങ്ങനെ നോർമൽ ടെമ്പറേച്ചറിലെത്തുക. അതായത് ഈ ഓർഗാനിസത്തിന് സർവൈവ് ചെയ്യാനുള്ള ആംബിയന്റ് അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. Then the food is inadequately cooled and favorable temperatures and enough time are allowed for appreciable growth. നമ്മൾ already പറഞ്ഞു. And the food should be consumed without reheating so that large number of viable cells are ingested. Okay. ഫുഡ് നമ്മൾ റീഹീറ്റ് ചെയ്യാതെ നമ്മൾ ആ കൂൾ ആയിട്ടുള്ള ഫുഡ് എടുത്ത് കഴിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ലാർജ് നമ്പർ ഓഫ് സെൽസ് നമ്മൾ കഴിക്കും. അതെല്ലാം നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കുറേയൊക്കെ നശിച്ചു പോകും. അപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് അവിടെ കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ the cells sporulate in vivo and elaborate the enterotoxin. Okay. സെൽസ് എന്ത് ചെയ്യുന്നു? ഇൻ വൈട്രോ അല്ല സ്പോറിലേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ബോഡിക്കുള്ളിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് അവർ സ്പോറിലേഷൻ നടത്തുന്നത്. ആൻഡ് എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ എൻട്രോടോക്സിൻ ലിബറേറ്റ് ചെയ്യുന്നു. ഓക്കെ. ആൻഡ് എൻട്രോടോക്സിൻ എന്ത് ചെയ്യുന്നു? ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്യിപ്പിക്കുന്നു, ഡയറിയ ഉണ്ടാക്കുന്നു. ഓക്കെ. What are the conditions necessary for an outbreak? First one, the food contains contaminated, or food becomes contaminated with Clostridium perfringens. Then usually the food should be cooked and reduced condition should be developed, and the food is inadequately cooled and favorable temperatures and enough time are allowed for appreciable growth. Then the food is consumed without reheating so that large number of viable cells are ingested. Then the cells sporulate in vivo and elaborate the enterotoxin. Okay. Then prevention of outbreak. ഈ outbreak നമുക്ക് എങ്ങനെ prevent ചെയ്യാം? Adequate and rapid cooling of cooked meats and other foods. എന്ത് ഫുഡാണ്? മീറ്റ് ഐറ്റംസ് ആണ്, അല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രോപ്പർ ആയിട്ട് കൂൾ ചെയ്യുക. കുക്ക് ചെയ്തിട്ടുള്ള മീറ്റ് നമ്മൾ പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ. പിന്നെന്താ ചെയ്യേണ്ടത്? ഹോൾഡിംഗ് ഹോട്ട് ഫുഡ്സ് അബവ് 60 ഡിഗ്രി. ഹോട്ടായിട്ട് ഇരിക്കേണ്ട ഫുഡ് ആണെങ്കിൽ അത് ഹോട്ടായിട്ട് തന്നെ സൂക്ഷിക്കുക. അതായത് 60 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ സൂക്ഷിക്കുക, അല്ലെങ്കിൽ അതിലും കൂടുതൽ ടെമ്പറേച്ചറിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ലെഫ്റ്റ് ഓവർ ഫുഡ്സ് റീഹീറ്റ് ചെയ്തിട്ട് വേണം കൺസ്യൂം ചെയ്യാൻ, അതല്ലാതെ നമ്മൾ ഡയറക്റ്റ്ലി എടുത്തിട്ട് കൺസ്യൂം ചെയ്യാൻ പാടില്ല. ആൻഡ് പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. Okay, these are the steps to prevent outbreaks. എന്തൊക്കെയാണ്? Adequate and rapid cooling of cooked meats and other foods, holding hot foods above 60 degrees Celsius, then reheating of leftover foods, and also good personal hygiene should be maintained. Okay. നമ്മൾ ഇന്ന് രണ്ടെണ്ണം പഠിച്ചു. ഏതൊക്കെ പഠിച്ചു? സ്റ്റഫൈലോകോക്കസും പഠിച്ചു, അതുപോലെ തന്നെ ക്ലോസ്ട്രീഡിയം പെർഫ്രൻസൻസും പഠിച്ചു. ഇനി നമുക്ക് ബാസിലസ് സീരിയസ് ഇൻഫെക്ഷൻ കൂടെ നോക്കാം. ബാസിലസ് സീരിയസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ്. മിൽക്ക് ഡയറി ഇൻഡസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗാൻസ് ആണ് ബാസിലസ് സീരിയസ്. ഓക്കെ. അപ്പോൾ ഈ ബാസിലസ് സീരിയസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് എ നോർമൽ ഇൻഹാബിറ്റന്റ് ഓഫ് സോയിൽ. നമ്മുടെ സോയിലിൽ നോർമലി കാണുന്ന ഒരു ബാക്ടീരിയ ആണ് ഈ പറയുന്ന ബാസിലസ് സീരിയസ്. അതുകൊണ്ട് തന്നെ ഫുഡ് ഐറ്റംസ് ലൈക്ക് വെജിറ്റബിൾസിൽ നിന്ന്, മിൽക്ക്, സീരിയൽ, സ്പൈസസ്, മീറ്റ്, പൗൾട്രിയിൽ നിന്നൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇതിനെ കണ്ടെത്താറുണ്ട്. ഓക്കെ. കാരണം എന്താണ്? സോയിലിൽ അബണ്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു ഓർഗാനിസം ആയതുകൊണ്ട് സോയിലുമായിട്ട് കോണ്ടാക്ട് വരുന്ന എന്തിനും ഈ ഒരു ഓർഗാനിസത്തിന്റെ പ്രസൻസ് കാണാം. ഓക്കെ. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഫുഡ് പോയ്സണിങ് കോസ് ചെയ്യും അല്ലേ? ഫുഡ് പോയ്സണിങ് കോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ബാസിലസ് സീരിയസ് രണ്ട് ടൈപ്പ് ഓഫ് ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഡയറിയൽ ടോക്സിനും ഉണ്ട്, എമറ്റിക് ടോക്സിനും ഉണ്ട്. ഓക്കെ. അപ്പോൾ അതിനകത്ത് ഡയറിയൽ ടോക്സിൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് മെയിനായിട്ടും ഡയറിയ ആയിരിക്കും കോസ് ചെയ്യുന്നത്. എമറ്റിക് ടോക്സിൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, നോസിയ അല്ലെങ്കിൽ വോമിറ്റിംഗ് ടൈപ്പ് ആയിരിക്കും അതിനകത്ത് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ രണ്ട് ടൈപ്പിലെ ടോക്സിൻ ആര് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്? നമ്മുടെ ബാസിലസ് സീരിയസ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ ക്ലോസ്ട്രീഡിയം പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ലാർജ് നമ്പർ ഓഫ് ഓർഗാനിസംസ് നമ്മുടെ ബോഡിക്കുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളത് ഇൻജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇൻഫെക്ഷൻ കിട്ടുള്ളൂ. അതായത് 1 ഗ്രാമിൽ 10⁸ ഓർഗാനിസം എങ്കിലും വേണം. ഓക്കെ. 1 ഗ്രാമിൽ 10⁸ ബാക്ടീരിയ എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ പറയുന്ന എന്താണ് ഇൻഫെക്ഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ.
അപ്പോൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞു, ബാസിലസ് സീരിയസ് is an important agent of food poisoning in man and it is mediated by producing two types of toxin, that is diarrheal toxin which cause diarrheal type of food poisoning and emetic toxin which cause emetic type of food poisoning. An extremely large number, that is about 10 raised to 8 per gram of viable cells of Bacillus cereus must be ingested to develop the signs and symptoms. നമുക്കപ്പോൾ ഫസ്റ്റ് എമെറ്റിക് ടോക്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എമെറ്റിക് ടോക്സിൻസ് ഈ ബാസിലസ് സീരിയസിന്റെ എമെറ്റിക് ടോക്സിൻ എന്ന് പറയുന്നത് ഒരു പ്രീഫോംഡ് ടോക്സിൻ ആണ്. അതായത് നമ്മൾ സ്റ്റഫൈലോകോക്കസ് ഓറിയസിനെ പറഞ്ഞ എൻഡ്രോടോക്സിനോട് സിമിലർ ആയിട്ടുള്ള ടോക്സിൻ ആണ് ഈ പറയുന്ന ബാസിലസ് സീരിയസിനുള്ളത്. ഇത് ഹീറ്റ് സ്റ്റേബിൾ ആണ്, അതുപോലെ തന്നെ പ്രീഫോംഡ് ടോക്സിൻ ആണ്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഇൻക്യുബേഷൻ പീരീഡ് കുറവായിരിക്കും. പ്രീഫോംഡ് ടോക്സിൻ ആയതുകൊണ്ട് ഇൻക്യുബേഷൻ പീരീഡ് എത്രയായിരിക്കും? 1 to 6 hours മാത്രമായിരിക്കും. ആൻഡ് ഇത് കൂടുതലായിട്ടും ഈ ഒരു എമെറ്റിക് ടോക്സിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡ് പോയ്സണിങ് കാണുന്നത് നമ്മൾ കണ്ടാമിനേറ്റഡ് ഫ്രൈഡ് റൈസ് കഴിച്ചു കഴിയുമ്പോഴാണ്. അതായത് ഫ്രൈഡ് റൈസിൽ ഈ പറയുന്ന ടോക്സിൻ പ്രസന്റ് ആയിരിക്കും. അത് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് വഴിയാണ് നമുക്ക് ഈ ഇൻഫെക്ഷൻ കിട്ടുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഫ്രൈഡ് റൈസിൽ ഈ ഒരു ഇൻഫെക്ഷൻ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ റൈസ് നെല്ലായിരിക്കുന്ന സമയത്ത് തന്നെ എന്താണ് ഈ പറയുന്ന ബാസിലസ് സീരിയസിന്റെ സ്പോർസ് ഈ നെല്ലിൽ കയറി പറ്റാം. അപ്പോൾ ബാസിലസ് സീരിയസിന്റെ സ്പോർസിന്റെ പ്രത്യേകത എന്താണ്? ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന റൈസിന്റെ ബാക്കിയുള്ള ബോയിലിംഗ് ടൈമിലൊക്കെ എന്ത് ചെയ്യും? ഈ സ്പോർസ് സർവൈവ് ചെയ്യും. ഓക്കെ, അത് ചത്തുപോകത്തില്ല. ആൻഡ് നമ്മൾ റൈസ് കുക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മളത് എന്ത് ചെയ്യും? ഫ്രൈഡ് റൈസ് നമ്മൾ എങ്ങനെ ആദ്യം കുക്ക് ചെയ്യും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൂൾ ചെയ്യും. കൂൾ ചെയ്തിട്ട് പിന്നെ നമ്മൾ ആൾക്കാർ വരുമ്പോൾ നമ്മൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അത് ചൂടാക്കിയിട്ടാണ് പിന്നെയും കൊടുക്കുന്നത്. അങ്ങനെയാണല്ലോ നമ്മൾ ഫ്രൈഡ് റൈസ് ചെയ്യുന്നത്. അപ്പം ഈ ഫ്രൈഡ് റൈസ് നമ്മൾ ആദ്യം ബോയിൽ ചെയ്ത് റൈസ് ആക്കി നമ്മൾ മാറ്റി വെച്ചു. അപ്പൊ അത് കൂളാവും. കൂളാകുമ്പോൾ എന്ത് സംഭവിക്കും? അതിനൊരു നല്ല കണ്ടീഷൻ കിട്ടും അല്ലെ? അപ്പൊ ആ റൂം ടെമ്പറേച്ചറിലൊക്കെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ സ്പോർ ജെർമിനേറ്റ് ചെയ്ത് വെജിറ്റേറ്റീവ് ബാക്ടീരിയ ആവും. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ബാസിലെ അവിടെ ഇരുന്ന് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ടോക്സിൻ ഉണ്ടാക്കും. ആൻഡ് ആ ടോക്സിൻ ഉണ്ടാക്കി കഴിഞ്ഞായിരിക്കും നമുക്ക് പിന്നെ എടുത്ത് ചൂടാക്കുന്നത്. ടോക്സിന്റെ പ്രത്യേകത എന്താണ്? ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ആ ചൂടാക്കുന്നതിനൊന്നും ഒരർത്ഥവും ഇല്ല. നമ്മളത് കഴിക്കുന്നു, ഇൻഫെക്ഷൻ കിട്ടുന്നു. ഓക്കെ, അപ്പം അതാണ് ഈ പറഞ്ഞ ഈ ഒരു ഇതിൽ ഉള്ളത് കേട്ടോ. എന്ന് വായിക്കാം. It is a heat stable preformed toxin resembling Staphylococcus aureus enterotoxin. It acts immediately on the intestine so that the incubation period of food poisoning is short. It is associated with the consumption of contaminated fried rice with emetic toxin, and this heat-resistant spores of Bacillus cereus can survive boiling, and if cooked rice is not refrigerated, the spores can germinate and produce toxin. Frying before serving may not destroy the preformed heat-stable toxin, and the symptoms will be similar to that of Staphylococcus aureus food poisoning. അതെന്തുകൊണ്ടാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? പ്രീഫോംഡ് ആണ്, ഹീറ്റ് സ്റ്റേബിൾ ടോക്സിൻ ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റഫൈലോകോക്കസ് ഓറിയസിന്റെ ഫുഡ് പോയ്സൺ എങ്ങനെയാണ്? വൊമിറ്റിങ്ങും നോസിയൊക്കെയാണ്. അപ്പൊ അതേ സിമിലർ പാറ്റേണിലായിരിക്കും എമെറ്റിക് ടോക്സിന്റെ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഡയറിയൽ ടോക്സിൻ. ഡയറിയൽ ടോക്സിൻ എന്ന് പറയുമ്പോൾ എമെറ്റിക് ടോക്സിൻ പോലെയല്ല, ഇത് പ്രീഫോംഡ് ടോക്സിൻ അല്ല. ബാസിലെ നമ്മുടെ ബോഡിക്കുള്ളിൽ എത്തിക്കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിനെയാണ് നമ്മൾ ഡയറിയൽ ടോക്സിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇൻക്യുബേഷൻ പീരീഡ് 8 to 16 hours ആയിട്ട് മാറും. ഓക്കെ, അപ്പം അത് മെയിൻ ആയിട്ടും ഡയറിയ ഒക്കെ ആയിരിക്കും കോസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഈ ഡയറിയൽ ടോക്സിൻ ആണ് മെയിൻ ആയിട്ട് മിൽക്കിലും മിൽക്ക് പ്രോഡക്ട്സിലും ഒക്കെ കാണാറുള്ളത്. അതും ശ്രദ്ധിച്ചോളൂ. ഓക്കെ, അപ്പം ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്ത് നോക്കാം. ബാസിലസ് സീരിയസ് ഡയറിയൽ ടൈപ്പ് ആൻഡ് എമെറ്റിക് ടൈപ്പ് ടോക്സിൻ. ഇൻക്യുബേഷൻ പീരീഡ് ഡയറിയൽ ആണെങ്കിൽ 8 to 16, എമെറ്റിക് ആണെങ്കിൽ 1 to 5. ആൻഡ് ടോക്സിൻ ഇസ് സെക്രീറ്റഡ് ഇൻ ദ ഇൻഡസ്റ്റൈൻ ഇൻ ദ ഡയറിയൽ ടൈപ്പ്, ആൻഡ് എമെറ്റിക് ആണെങ്കിൽ ടോക്സിൻ പ്രീഫോംഡ് ആണ്. ഓക്കെ, ആൻഡ് ഹീറ്റ് ലബൈൽ ആണ് ഡയറിയൽ, എമെറ്റിക് ഈസ് ഹീറ്റ് സ്റ്റേബിൾ. Contaminated food items are meat, vegetable, dry beans, cereals, അതിനകത്ത് മിൽക്ക് പ്രോഡക്ട്സ് ഒക്കെ വരും കേട്ടോ. പിന്നെ മറ്റേ നമ്മുടെ എമെറ്റിക് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ റൈസ്, മെയിൻലി ചൈനീസ് ഫ്രൈഡ് റൈസിലൊക്കെയാണ് കൂടുതലായിട്ട് എമെറ്റിക് ടൈപ്പ് കാണുന്നത്.
Clinical features are diarrhea, fever, abdominal cramps. Hemetic ആണെങ്കിൽ vomiting, abdominal cramps ആണ് വരുന്നത്. Okay. പിന്നെ serotypes just ഒന്ന് നോക്കിയാൽ മതി. എമറ്റിക്കിൽ 1, 3, 5 മറ്റതിൽ 2, 6, 8, 9, 10, 12 ഈ serotypes ആണ് മെയിൻ ആയിട്ട് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത്. ഓക്കെ. ഇനിയും അതർ മാനിഫെസ്റ്റേഷൻസ് ഓഫ് ബാസിലസ് സീരിയസ് include അതായത് ഈ പറഞ്ഞ ഡയറിയയും വോമിറ്റിങ്ങും അല്ലാതെ ഇവർ ഒക്കുലാർ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാറുണ്ട്, അതുപോലെ തന്നെ സിസ്റ്റമിക് ഇൻഫെക്ഷൻസും കോസ് ചെയ്യാറുണ്ട്. ഒക്കുലാർ മീൻസ് കണ്ണിനെ ഇൻഫെക്ട് ചെയ്യുക. അപ്പം കെറട്ടൈറ്റിസ്, പാനൊഫ്താൽമൈറ്റിസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അത് മെയിൻ ആയിട്ട് നമുക്ക് കണ്ണിൽ എന്തെങ്കിലും ട്രോമ ഉണ്ടായാൽ അതുവഴി ബാക്ടീരിയ എൻ്റർ ചെയ്താലാണ് അതൊക്കെ ഉണ്ടാവുന്നത് കേട്ടോ. ആൻഡ് സംടൈംസ് നമുക്ക് കണ്ണ് കാണാത്ത ബ്ലൈൻഡ്നെസ് വരെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സിസ്റ്റമിക് എന്ന് പറയുമ്പോൾ വളരെ റെയർ ആണ്. എൻഡോകാർഡൈറ്റിസ്, മെനിഞ്ചൈറ്റിസ്, ഓസ്റ്റിയോമൈലൈറ്റിസ്, ന്യൂമോണിയ പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ വരാം. ബട്ട് ഇറ്റ് ഈസ് വെരി റെയർ. ഓക്കെ. അപ്പം ഈ സിസ്റ്റമിക് ഇൻഫെക്ഷൻസ് ഒക്കെ മെയിൻലി വരുന്നത് IV ഡ്രഗ് ഇടുന്നവർക്ക് അല്ലെങ്കിൽ മെഡിക്കൽ ഡിവൈസിന്റെ പ്രസൻസ് എന്തെങ്കിലും ബോഡിയിലുള്ളവർ അങ്ങനെയുള്ളവരിലാണ്. അതായത് കോമൺ ഹോസ്പിറ്റൽ അക്വയർഡ് കൂടുതലായിട്ടും ഹോസ്പിറ്റൽ സ്റ്റേസ് അങ്ങനെയൊക്കെ വരുന്നതാണ് ഈ പറയുന്ന സിസ്റ്റമിക് ഇൻഫെക്ഷൻസ്. ഓക്കെ. then ലാബ് ഡയഗ്നോസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാസിലസ് സീരിയസിനെ നമുക്ക് ഫീസസിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യാം. നമ്മൾ യൂസ് ചെയ്യുന്ന കൾച്ചർ മീഡിയസ് മൈപ്പ എന്ന് പറയുമ്പോൾ അതിനകത്ത് മാനിറ്റോൾ ഉണ്ട്, ഷുഗർ ഫെർമെൻറ്റേഷൻ അറിയാൻ വേണ്ടിയിട്ട്. എഗ് യോക്ക് ഉണ്ട്, ന്യൂട്രീഷണലി റിച്ച് ആകാൻ വേണ്ടിയിട്ട് എഗ് യോക്ക് ഉണ്ട്. ദെൻ ഒരു ആൻറ്റിബയോട്ടിക് ഉണ്ട്, ബക്റ്റ ഓർഗാനിസത്തിനെയൊക്കെ ഇൻഹിബിറ്റ് ചെയ്യാൻ ഒരു ആൻറ്റിബയോട്ടിക് ഉണ്ട്, ദാറ്റ് ഇസ് പോളിമിക്സിൻ ബി. ഇൻഡിക്കേറ്റർ ആൻഡ് ഇതായിട്ട് ഫീനോൾ റെഡ് ഉണ്ട്, ദെൻ അഗാറും പ്രസന്റ് ആണ്. Okay, but Bacillus cereus can be isolated from feces by using a selective media like MIPA. MIPA means mannitol, egg yolk, polymyxin B, phenol, red and agar ആണ് present ആയിട്ടുള്ളത്. അതാണ് MIPA എന്ന് പറയുന്നത്. ആൻഡ് ഈ പറയുന്ന ബാസിലസ് സീരിയസ് എന്ന് പറയുന്നത് ഗ്രാം പോസിറ്റീവ് ആണ്, സ്പോർ ഫോമർ ആണ്, എയ്റോബിക് ആണ്. ഓക്കെ. ക്ലോസ്ട്രീഡിയം എന്ന് പറഞ്ഞാൽ ഗ്രാം പോസിറ്റീവ് സ്പോർ ഫോമിംഗ് അനഎറോബിക് ഓർഗാനിസം ആണ്. ഗ്രാം പോസിറ്റീവ് സ്പോർ ഫോമിംഗ് എയ്റോബ് ഏതാണ്? എയ്റോബ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഓക്സിജൻ വേണം. അപ്പം അങ്ങനെയുള്ള ഓർഗാനിസം ആണ് ബാസിലസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുട്ടയിലും ആണ്. ഓക്കെ. അപ്പം നമ്മുടെ ഇന്നത്തെ സെഷൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? സ്റ്റഫൈലോകോക്കൽ ഫുഡ് പോയ്സണിങ് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ക്ലോസ്ട്രീഡിയം പെർഫ്രിഞ്ചൻസ്, ബാസിലസ് സീരിയസ്. അതിനകത്ത് ബാസിലസ് സീരിയസും ക്ലോസ്ട്രീഡിയം നമ്മുടെ സ്റ്റഫൈലോകോക്കസ് ഓറിയസും ആണ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സിൽ മെയിൻ ആയിട്ടും കാണുന്നത്. അപ്പോൾ അതൊന്നുകൂടി ഫോക്കസ് ചെയ്ത് പഠിക്കുക. പിന്നെ ഫുഡ് ഇൻഫെക്ഷൻ അതുപോലെ തന്നെ ഫുഡ് ഇൻടോക്സിക്കേഷന് സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ബാക്കി എല്ലാ ഓർഗാൻസും ജസ്റ്റ് പഠിച്ചു പോകുന്നത്. ഓക്കെ. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ. അപ്പോൾ ഇന്ന് പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ഓർഗാൻസും കൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.